ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ എന്താണ് ഗൈസിൻ്റെ പേര് പ്രിസൺ എസ്കേപ്പ് സിമുലേറ്ററിൻ്റെ അടുത്ത പാട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് വീണ്ടും കുഴിക്കണം ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാൻ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഒരു ചട്ടുക മതി ഗൈസ് പുതിയ. നമ്മൾ കുറേ കുഴിച്ചു ഗൈസ്. ഞാൻ ഇത് കാണിച്ചാൽ നീ കുഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നത് ഞാൻ ഓഫ്ലൈനിൽ കുറേ കുഴിച്ചു ഗൈസ്. എൻ്റെ കേസ് കുറേ സാധനം കിട്ടി എനിക്ക്. ഞാനൊന്നും എടുത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് വിൽക്കാം ഗൈസ്. അപ്പോൾ കുറേ പൈസ കിട്ടും. ഇപ്പം എത്ര ഹൈറ്റായി ഗൈസ്? ഗൈസ് ഇതുവരെ -1.m ആയുള്ളൂ ഗൈസ്. ഇനിയും കുഴിക്കണം നമുക്ക് കുറേ. കുഴി കുറേ സാധനം കിട്ടി ഗൈസ്. നമുക്ക് കുറേ സാധനം കിട്ടി ഗൈസ്. അത് കുഴപ്പമില്ല, ഞാൻ കുഴിച്ചോണ്ടിരുന്നു ഗൈസ്. ഇനിയും ഗൈസ് ഇപ്പോൾ പോലീസ് വരും. നമുക്ക് കയറി പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒളിപ്പിക്കാം ഗൈസ്. അപ്പോൾ ഈ പരമ്പ് മടക്കണത് ഇങ്ങനെ മടക്കുന്നത് മടക്കറ ഗൈസ്. ഇപ്പോൾ 44 സെക്കൻഡിനകത്ത് പോലീസ് വരും. അത് മണ്ണൊക്കെ കൊണ്ട് കുഴിച്ചിട്ട് ഗൈസ് കക്കൂസിട്ട് ഫ്രഷ് അടിക്കാം ഗൈസ്. ഇത് മിക്കവാറും ഒരു ലോങ് പാർട്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. നിറയെ ഉണ്ട് ഗൈസ് ഇത് കളിക്കാൻ ഇരിക്കാനൊക്കെ. മിക്കവാറും 5-6 പാർട്ടാക്കേണ്ടി വരും ഇത്. പെട്ടെന്ന് ഇപ്പോൾ പോലീസ് വരും. പോലീസാണ് ഗാർഡാണ്. നമുക്ക് ഒരു സാധനം ഇവിടെ വെക്കണം. ഇപ്പോൾ വരണല്ല. നമുക്ക് അവൻ പോയിട്ട് ഒന്നുകൂടി അവനെ വിളിച്ച് ടോയ്ലറ്റ് പേപ്പർ വാങ്ങണം. ഡിസ്മിസ് ദ ഗാർഡ് ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കൂടി ഒരു സാധനം എടുക്കണം ഗൈസ്. എൻ്റെ ആക്ച്വലി ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്, എനിക്ക് വാങ്ങേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സാധനം എടുത്തിട്ട് അതായത് ഒരു സാധനം ഞാൻ ഇപ്പം എടുത്തല്ലോ. അപ്പം ഇനി അവനെ വിളിച്ച് എനിക്ക് ആ ഒരു സാധനം വിട്ടിട്ട് വെളിയിറങ്ങണം. എങ്ങനെയെങ്കിലും വെളിയിറങ്ങി ഫുഡ് വാങ്ങണം. എൻ്റെ ബാഗ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു ഗൈസ്. 10 ഇതാക്കി. 5 നെഗോഷിയേറ്റ് ചെയ്യാം. കിട്ടുമ്പോൾ ഒരു കൂടുതൽ വേണ്ടേ? ഇത് കൂടുന്നില്ല. സെല്ല് പോ ഗൈസ്. 5 മതി, നമുക്ക് ധാരാളം മതി. ഇതിങ്ങനെ പോ. ഇതിന് നമുക്ക് അവൻ്റെ ഫുഡ് വാങ്ങണം പോയിട്ട്. ഫുഡ് എടുത്ത് പെട്ടെന്ന് വാ. ഇവ എന്തൊരു താമസോടാ ഇത് ഗൈസ്. ഇവിടെ നമുക്ക് തുറക്കാൻ പറ്റാത്തത്. യു നീഡ് എ കീ ടു ഓപ്പൺ ദ വെയർ ഹൗസ്. ഗൈസ് ഹൗസ് തുറക്കാൻ നമുക്ക് എന്തോ വെയർ ഹൗസ് കീ വേണം. പക്ഷെ എൻ്റെ ഇല്ല അത്. അപ്പോൾ നമുക്ക് ആ കീ കണ്ടുപിടിക്കണം ഗൈസ്. കീ നമുക്ക് മെയിൻ ആണെന്ന് തോന്നുന്നു. കീ നമുക്ക് ആദ്യം അത് കുറച്ച് കുഴിക്കണം ഗൈസ്, എന്നാലേ പറ്റും ഗൈസ്. 20 ഗൈസ്. അപ്പം ഞാൻ നമുക്കൊന്നൊരു കുഴിക്കാൻ പോയിട്ട് എങ്ങനെ ഗൈസ്. നമ്മൾ അടുത്തിട്ട് ഇത് ടു ഡു ലിസ്റ്റ് എന്ന് പറയണത് 3.5 കുഴിക്കണം. നടക്കണ കാര്യമാണ്. ഇവൻ ഇത്രയും കുഴിക്കാൻ പറ്റുള്ളൂ. പിന്നെയാണ് 3 ചട്ടുകം പവറാണ് ഗൈസ്. അതാണ് ഇത്ര പെട്ടെന്ന് ഞാൻ കുഴിച്ചത്. കാരണം ഇതിൽ വേറെ ഒന്നും ഇല്ല. കാരണം ഈ കുഴിക്ക് പിന്നെ അകത്തോട്ട് പോകുമ്പോൾ വല്ലത് കിട്ടുമായിരിക്കും ഗൈസ്. നമുക്ക് കുറേ എന്തെങ്കിലും പുതിയ ഐറ്റം കിട്ടും. അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഇടാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. ഇതാണ് ഞാൻ ഇടാത്ത വീഡിയോ. എന്നുവെച്ചാൽ കുറച്ച് അങ്ങോട്ട് കുഴിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് സംഭവം കിട്ടിയ വീഡിയോ ഇടാം. ഇങ്ങനെ അത് ഇടാനാണ് ഇങ്ങനെ ഫുള്ള്. നിങ്ങൾ ഇതിനെ കമൻറ്റ് ചെയ്യുക ഗൈസ്. കുഴി അവിടെ കുഴി കുറച്ച് കുഴി അങ്ങോട്ട് കുഴിച്ച് ഒരു ഐറ്റോട് മുകളിൽ കയറും. അവിടുത്തെ ടൂളും അയ്യോ കയറും. ഇപ്പോൾ പെട്ടേനെ മണ്ണും ഉണ്ട് കേട്ട്. ഇതുകൊണ്ട് ബഡ് തൊട്ട് ഫ്ലഷ് അടിക്കുന്നത് ഭയങ്കര പാട്.
ഡൗട്ട് ചെയ്തല്ല, ഈ സാധനമൊക്കെ നമ്മളിവിടെ കൊണ്ടുപോയിക്കുമ്പോൾ പോലീസുകാർ ചോദിക്കും ഇത് എവിടെ നിന്ന് പറഞ്ഞേന്ന്. മണ്ണനല്ലേ ഇങ്ങനെ അറിയാൻ. സമയമായി അങ്ങനെ പോകും ഗൈസ്. ഞാൻ സാധനം വന്നു ഗൈസ്. 4 എണ്ണം നീ പോ. സമയം ഇനി അവൻ വരൂല. ഇനി അവന്മാർ 12 പേപ്പർ തരൂ. ഫുഡ് ഇനി അവൻ വരൂല. ഗാർഡ് വരണില്ല. അല്ലാ പെട്ടാ ഇവിടെ ഉറങ്ങാം. രാവിലെ എഴുന്നേറ്റില്ല. അവ അടച്ച് നമ്മൾ ഉറങ്ങിയപ്പോ രാവിലെ തന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ പറക്കാം. നമുക്ക് ഇത്രയും സാധനം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കണ്ട നമ്മൾ കുഴിക്കുന്നതിൻ്റെ ഉപകാരമാണ്. കുറേ സാധനം കിട്ടും ഇങ്ങനെ. നമുക്ക് ഇഷ്ടം പോലെ കിട്ടി. ഇഷ്ടം പോലെ പൈസ കിട്ടും. നോക്കിയൊക്കെ ടോയ്ലറ്റ് പേപ്പർ. ഇവിടെ നമ്മൾ പൈസ യൂസ് ചെയ്യണ ടോയ്ലറ്റ് പേപ്പറാണ് കയ്യിൽ യൂസ് ചെയ്യണം. എനിക്ക് അതാണ് മനസ്സിലാകുന്നത്. മണ്ടത്തരം തന്നെയല്ലേ. തീപ്പെട്ടിയാ എന്താ കൊറേ സാധനമാണ്. എനിക്ക് ഒന്നിന്റെ പേര് വരുന്നുണ്ടോ. ലൈറ്ററാണ് കഴിച്ചത്. ഇല്ലല്ലോ. ഇതെല്ലാം കൂടി പറക്കും. ഇതും കൂടി പറക്കും. ഇതൊക്കെ സിമ്മുക. സാധനം പറക്കണം. ഇങ്ങനെ നമ്മൾ കുഴിച്ച് കുറേ 3 മീറ്ററെങ്കിലും കുഴിക്കണം കഴിയും. ഞാൻ വന്നിട്ട് നമുക്ക് ബാക്കി കൂടി നോക്കാം. ഫുഡ് കഴിച്ചില്ലടേ. സത്യം കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫുഡ് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു അവൻ്റെ നിന്ന്. രാവിലെ ഫുഡ് കിട്ടുമായിരുന്നു. ശിഷ് എന്തൊക്കെ മണ്ടത്തരാണ് കഴിച്ച് ഞാൻ കാണിക്കുന്നത്. വിളിച്ചാ പോരാ. എന്നിട്ട് വരുമ്പോൾ അവന് ബിസിനസ് ചെയ്ത് കളഞ്ഞ. ആ സാധനം പറക്കി ഇവിടെ വയ്ക്കാൻ കഴിയും. അതാകുമ്പോൾ നമുക്ക് സമയം കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ. അതായത് നമുക്ക് ആ എല്ലാ സാധനവും കൂടി പറക്കി വെച്ച് കുറേ ഒരുമിച്ച് വയ്ക്കാൻ കഴിയും. ഇതെന്താ പൂട്ടാ. എന്തൊരു പാഡ്ലോക്ക്. അതല്ല സോപ്പ് ബാർ. ഇത് ബ്രോൺസ് കോയിൻ. അതെടുത്തില്ല. വാച്ച് അടിക്കും. എല്ലാം അടിക്കും. എത്ര സാധനം കിട്ടി എനിക്കുന്നുണ്ട് കൈസ്. ഒരു 13 സാധനം എന്തോ കിട്ടി. 13. നമുക്കിത് വിറ്റാലോ. നമുക്കത് വിൽക്കാൻ കഴിച്ചു. വെറുതെ തന്നെ സമയം കാണാൻ. എത്ര തരും പറ. 135 പോടാ. 40 വേണം. 2 രൂപ വേണ്ട. ഇത് പോരുന്ന കുറച്ചുകൂടി കുറവാ. 140 മതി. 39 താ വട്ടം. 201. പോയിട്ടാ. നമുക്കിനി ഇവൻ്റെ ആവശ്യമൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്കിനി എന്തിനു വാങ്ങണം എന്നറിയാം ഗൈസ്. ഇത് വാങ്ങണം. ഈ ഷവല് ഇത് പവറാണ്. 100 രൂപ ഉണ്ട്. പക്ഷെ എനിക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷെ ചിലവാകില്ല ഗൈസ്. ഇത് 100. ഇതെത്ര 5. ഇത് അവൻ്റെ സാധനമല്ലേ. വേണ്ട. ഇത് വാങ്ങാൻ. ഇത് ഷവല് വാങ്ങിച്ചാല് അപ്പം തന്നെ ഗാർഡിനെ അവിടെ ചടക്കായിരുന്നു. ഇത് സമയം കളയാനത് നിങ്ങൾക്ക് എന്തായാലും ഗാർഡിനെ അവിടെ ചടക്കാം. പോടാ. പെട്ടെന്നൊരു സംഭവം നമുക്ക് കുഴിച്ച് തുടങ്ങാം. ഇപ്പം നമ്മൾ എത്ര അടിയാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതെന്താ ഇത്ര ഹൈറ്റ് ആയുള്ളൂ. നമ്മൾ ഇനിയും കുഴിക്കണം കുറേ. കുഴി ഇത് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് കുഴിച്ച് പോയാൽ മതി. നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടും. ഇതാണെങ്കിൽ ഇങ്ങനെ ബോറിങ് എടുത്തോണ്ട് കഴിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കുഴിക്കണതിനാണ് വെറുതെ സമയം കളഞ്ഞ്. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. എനിക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ബോറടിക്കും ഗൈസ്.
കണ്ടോണ്ടിരിക്കണേ. കുഴിയറാ പെട്ടെന്ന്. എന്താണ് ഇത് കുഴി? ഇവൻ എന്തോ കുഴപ്പമുണ്ട് കൈസ്. കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കൈസ്. ഇതിന് ഇടയ്ക്കിടെ കുഴിക്കണം നിർത്തുന്നു. എനർജി ടീം നമുക്ക് ടൂൾ ഹൈഡ് ആയി. നമ്മൾ ഈ ഇങ്ങനെ ഷൗൽ അപ്ഗ്രേഡ് ചെയ്യുന്നതോടെ നമ്മുടെ ഇതിൻ്റെ ഇത് കണ്ടോ കൈസ്. ഇതിൻ്റെ ഇത് കൂടാണ് എണ്ണം, വലിപ്പം എണ്ണം കൂടുന്നു. ഇത് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇത് ബ്ലോക്ക് ആവും. ഇത് ടോയ്ലറ്റ് ബ്ലോക്ക് ആവും. അങ്ങനെ ഒരു സംഭവമുണ്ട് കൈസിൽ. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് ആവും. ടോയ്ലറ്റ് ബ്ലോക്ക് ആവും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് ആവും. ഇവിടെ ഈ ഫുഡ് കഴിക്കാൻ കഴിച്ചു നമുക്ക് വെറുതെ സമയമുള്ള ഈ അങ്ങനെയുള്ള ടോയ്ലറ്റ് പേപ്പർ ടോയ്ലറ്റ് പേപ്പർ ഇതാ ഗൈസ്. നിങ്ങൾക്ക് വേണം കളിക്കുമ്പോൾ നിങ്ങൾ നോക്കിയോ ഗൈസ്. നിങ്ങൾക്ക് നമ്മൾ ഐറ്റം സെയിൽ ചെയ്തല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ ചോദിച്ചത് തന്നെ കഴിച്ചു ടോയ്ലറ്റ് പേപ്പർ. ഫുഡ് കിട്ടി കഴിച്ചു. ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനെ പെട്ടെന്ന് വിളിച്ച് ഡോർ അടപ്പിച്ചിട്ട് ഇങ്ങേർക്ക് വരാ താമസമാണ് കഴിച്ചു. ഭയങ്കര പെട്ടെന്ന് ഷൗവിനെടു. ഷൗവിൻ്റെ അങ്ങാടി പോവാ കഴിച്ചു ചട്ടുകത്തിന്. ഞാൻ ലെവൽ ചെയ്താണ് കുഴിച്ചു പോകണം. അതുകൊണ്ടാക്കി ഇങ്ങനെ ഭയങ്കര ഒരു ഇതുപോലെ ഇങ്ങനെ കുഴിഞ്ഞു പോകണ തോന്നുന്നു. പക്ഷെ കശത്ത് അത്ര ആഴമൊന്നും ഇല്ല. ഇത് കുഴി ഇത്ര ആഴത്തിൽ കുഴിച്ച് കഴിഞ്ഞേ നമുക്ക് നമ്മുടെ എനർജി തീരും വരെ കുഴിക്കാം. പെട്ടെന്ന് എനർജി തീരും കൈസ്. എൻ്റെ നമുക്ക് ഈ എനർജി ഡ്രിങ്ക് ഒന്ന് വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കൈസ്. പക്ഷേ അത് വാങ്ങണം എവിടെ നിന്ന് എനിക്കഞ്ഞുണ്ട്. എനർജി മോളിൽ പോ. എനർജി പറ്റിയ സമയത്ത് തന്നെ തീരും. ഇതാടാ ഇതെട് പോസിറ്റീവ് കൊണ്ടിട്. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മളിതിൽ നിങ്ങളടുത്ത് പറയാൻ വന്നേ കഴിച്ചു. ഞാൻ ഇത് ഉറക്കം കളിച്ചപ്പോൾ എന്നെ പോലീസ് പിടിച്ച്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇത് വാരി കളഞ്ഞോണ്ടിരുന്നു മണ്ണ്. പെട്ട സമയമായി കഴിച്ചു. ഞാൻ മണ്ണെടുത്ത് എവിടെ ഒളിപ്പിക്കാൻ നേച്ചിട്ടതാ. ഇവിടെ ഒരു ചെറിയ കഷ്ണം കിടന്നു കഴിച്ചു. ഞാൻ എടുത്തില്ല, ശ്രദ്ധിച്ചില്ല കഴിച്ചു. ഞാൻ അത് എന്നെ പോലീസ് പിടിച്ചിട്ട് ഞാൻ ഒന്നേന്ന് കളിച്ച് ഇത്ര വരെ എത്തിച്ചതാണ്. എന്നാണ് എൻ്റെ ഒരു ഇത്. പെട്ടെന്ന് വന്നിട്ട് പോകും. ശവം വന്നതോ ഡിസ്മിസ് ദ ഗാർഡ്. ഇതിന് നമുക്കൊരു സാധനം എടുക്കണം. എന്നിട്ട് മറ്റേ ഫുഡ് വാങ്ങണ്ടേ അവൻ്റെ മറ്റേ 5 രൂപ കൊടുക്കണം. മുകളിൽ കയറി. അയ്യോ ആടി ഹൈഡ് ടൂൾ. ഇനി കൈസ് അവനെ വിളിച്ച് അവനെ വിളിച്ച് നമുക്ക് ഇത് വിൽക്കണം. ഈ സാധനം പെട്ടെന്ന് വെച്ചാ 6. ഓക്കെ ഞാൻ കൊടുക്കാത്തതാണ് കൈസ്. എൻ്റെ ഫുഡിൻ്റെ പൈസ 6 ആണ്. അപ്പോൾ 6 രൂപയ്ക്ക് എടുത്താൽ മതിയല്ലേ. പോയിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇത് വാങ്ങാം. ഫുഡ് പെട്ടെന്താ. ഇത് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് കൈസ്. ഇവന് ഫുഡാണിതാ, ഇവന് എനർജിയാണിതാ ഫുഡ്. ഇവന് ഷൗവല്, ഇവന് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഇവന് ബാഗ്, ഇവിടെ ഷൂസ്. ഇതാണ് വെയർ ഹൗസ്. അവിടെ നമുക്ക് ഡൈനാമൈറ്റൊക്കെ വാങ്ങാൻ പറ്റും ഗൈസ്. പക്ഷെ അതിനൊരു കീ ഉണ്ട്. ആ കീ നമുക്കിത് കുഴിക്കുമ്പോൾ കിട്ടുമെന്നാണ് പറയണത്. നോക്കാം ഗൈസ്. ഓ
ഇവിടെ ഒന്ന് കുഴിക്കാൻ പോകാം. നമുക്ക് വീണ്ടും കുഴിക്കണം. ഒരെണ്ണം എടുത്ത് കൈ പിടിക്കാം. ഇറങ്ങണ പെട്ടെന്ന്. 100 മണിക്കൂർ എടുക്കും ഉറങ്ങാൻ. പെട്ടെന്ന് കുഴി. നമുക്ക് എങ്ങനെ 3 മീറ്റർ എത്തിക്കണം. ഇപ്പൊ 1.6 മീറ്റർ ആയി ഗൈസ്. ഇപ്പൊ 1.7 മീറ്റർ ആയി. പെട്ടെന്ന് കുഴിയടാ. ഞാൻ ഇതിന് സ്വിച്ചിന് നിർത്താതെ പിടിച്ചോണ്ടിരിക്കാൻ പോണു. നോക്കിക്കോ, ഇതെന്തിനാ സ്റ്റക്കാണ് ഇടയ്ക്കിടയ്ക്ക്. കുഴി അങ്ങനെ തന്നെ. കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കയറും ഗൈസ്. ഒരു സാധനം കഴിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സാധനത്തിന് 5 രൂപ വെച്ചാണ് ഗൈസ് കിട്ടണത്. അപ്പം നമുക്ക് ആ 5 രൂപ എടുത്ത് ഫുഡ് വാങ്ങാം. എങ്ങനെ ബുദ്ധി കൊണ്ടിടും. ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഒറ്റ ഒരു പരിപാടി. കുഴിക്കുന്ന അത്രയും സീനില്ല ഗൈസ്. ഇതിങ്ങനെ മണ്ണ് കൊണ്ട് വെറുതെ ആയിട്ട് കൊണ്ടിടുന്നത്. നോക്കുകയാണെങ്കിൽ ഇതാ ഈ കപ്പിൻ്റെ അതിൽ ഇട്ട് വെച്ചാൽ പോരായിരുന്നു. അതും വേണ്ട ഗൈസ്. സിനിമയിലൊക്കെ കാണുന്ന ഓരോ കട്ടിൻ്റെ അടിയില ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതിയായിരുന്നു. വെറുതെ കൊണ്ട് ഫ്ലഷ് അടിച്ചാൽ അവനെ പെട്ടെന്ന് ഒന്ന് പോട്ട്. എൻ്റെ എനർജി ഇല്ല. ഇത്തിരി ഫുഡ് തരുമോ? എത്ര? 5? നോ 6 സെൽ. ചുമ്മാ ആയിക്കോട്ടെ ഗൈസ്. ആവശ്യം വരുന്നല്ലേ. പോയിട്ടാ പെട്ടെന്ന് പോയാൽ നമുക്കൊരു ഫുഡ് വാങ്ങാം. ഫുഡ് കള്ളത്തടിയാ. ഫുഡ് വേടാ. ഫുഡിന് എത്ര 5 രൂപ? ഞാൻ പറഞ്ഞ ഇത് 5 രൂപയ്ക്ക് ഫുഡ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ 6 രൂപ വാങ്ങിച്ചിങ്ങനെ. നമ്മളിവിടെ വന്നിട്ട് എത്ര ദിവസമായി? 4 8 കാണുന്നവരില്ല കൈസാ. സ്ലീപ്പ് ചെയ്താലോ? വേണ്ട, പറ്റൂല. പെട്ടെന്ന് വേണം. ഡോറച്ചിട്ട് പോടാ. ഇത്തിരി വന്ന് എന്ത് നേരാണ് കൈസ് ഇവന്. വാഴ പെട്ടെന്ന് പോ. പെട്ടെന്ന് കുഴിക്കാൻ കഴിയും നമുക്ക് പോയിട്ട്. ഒരു സാധനം ആദ്യം ഇപ്പോഴേ കൈ എടുത്ത് വയ്ക്കണം. എന്നു വെച്ചാൽ നമുക്ക് വിൽക്കണ്ടേ. ബൈനോക്കുലറിനൊക്കെ നല്ല പൈസ കിട്ടണതാണ്. നോക്കാം ഗൈസ്. നമുക്ക് ഓരോ സാധനം ഇങ്ങനെ എടുത്ത് നോക്കണം എത്ര വരെ കിട്ടുമെന്ന് ഒന്നിന്. കുഴി ഇപ്പം എത്ര? 2 മീറ്റർ ആയി ഗൈസ്. 2 മീറ്റർ ആയി ഒരു വിധത്തി. നമുക്ക് എനർജി തീരും വരെ കുഴിക്കാം. കുഴി പെട്ടെന്ന് കുഴി. മോളിൽ കയറി. എനർജി തീന്ന് ഹൈ ടൂൾ. ഇത് മടക്കാൻ പറ്റുന്ന മടക്ക്. ഈ ഇടക്കട എങ്ങനെയാണ് ഇത് മടക്കാൻ പറ്റണില്ല എനിക്ക് നേരത്തെ നോക്കിയപ്പോ. ഫ്ലഷ് അടിക്കണ. അതിന്റെ കളർ ഒന്നാണ്ട് അറിയൂലായി ചിലപ്പം. പറയാൻ പറ്റൂലേ. അയ്യോ കണ്ട ഞാൻ പറഞ്ഞ ഇടയ്ക്കിടെ ബ്ലോക്ക് ആവുന്നു. ഇടയ്ക്കിടെ ഇത് ബ്ലോക്ക് ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടെ ഞാൻ പക്ഷെ കളിച്ചപ്പോഴേ ഗൈസ് ഓഫ്ലൈനിൽ കളിച്ച ചുമ്മാ ബ്ലോക്ക് ആയിക്കൊണ്ടിരുന്നു. ഭയങ്കര പണിയായി എനിക്ക് ലാസ്റ്റ്. പെട്ടെന്ന് വിളി പുട്ടയക്കാം. പെട്ടെന്ന് സെല്ലാണ് എനിക്ക്. പെട്ടെന്ന് വാ. 10 കണ്ട ഞാൻ പറഞ്ഞു ഇതിന് ഭയങ്കര വിലയാണ്. എന്നാലും വേണ്ട ഒരു 11. 12. ഓക്കെ 12 വന്നിട്ടുണ്ട് കഴിച്ച് ഞാൻ വണ്ടിയിൽ. 12 വന്നിട്ട് പോടാ. ഓടിപ്പോടാ. പുതിയ ഐറ്റം ഉണ്ടാവല്ലോ. ഇത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ? വാഞ്ചി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ? ഇല്ല സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്നാലും വാങ്ങിച്ചു വയ്ക്കാമല്ലോ.
ഒന്ന് ഓടി. ഞാൻ 2 എണ്ണം വാങ്ങിച്ചപ്പോൾ എൻ്റെ എനർജി ഇൻക്രീസ് ആയ ഇല്ലല്ലോ. സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല കൈ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. വെറുതെ പൈസ കളഞ്ഞു. എനക്കുണ്ട്. അടച്ചിട്ട് പോടാ പെട്ടെന്ന് വന്ന്. വെറുതെ പൈസ കളഞ്ഞു കൈ. ഞാൻ നാറ് കുഴിക്കിട്ട് പോയിട്ട് നീ ഒരു സാധനം എടുത്ത് കൈ പിടിക്കാം. കണ്ട കുറേ സാധനം കിട്ടും കൈ. നമ്മൾ ലെവൽ ചെയ്ത് കുഴിച്ചാൽ നമുക്ക് കുറേ സാധനം കിട്ടും. പക്ഷെ ലെവൽ ചെയ്ത് കുഴിക്കണം. കുഴി കുഴി കുഴി. രാത്രിയാവാറാ ഗൈസ്. നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കണം സ്ഥലം കണ്ട് അവിടെ കുഴിക്കണം കൈ. ചിലപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ കാണും കുറേ. എനർജി ചെയ്യുന്നു മുളി കയറി. അത് വെറും കള്ളത്തരാണ് കേസ്. ഞാൻ വെറുതെ സാധനം വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഒരെണ്ണം കൂടി. ഞാൻ വിചാരിച്ച് ഇന്നത്തെ ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കൂല കേസ്. അതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ പറ്റൂല. പക്ഷെ അടിക്കട്ട് ഫ്ലക്സ് അടിച്ച് കൊണ്ടോ കൊണ്ടോ ഓ പെട്ടെന്ന് ലാസ്റ്റത്തത് കൊണ്ടെടു. ഈ സാധനം വെച്ച് 22 മിനിറ്റ് മുമ്പ് കുടിക്കണം അവനെ. വേണ്ട പൈസ അവൻ പോട്ട് വരും. എന്തെങ്കിലും സമയം കാണും. നമുക്ക് ആ സാധനമൊക്കെ പറക്കി മോളി വെക്കാലോ. നല്ല സമയമായില്ല. സമയമായില്ല. 22-നാണ് ഇത് ഉറങ്ങണ സമയം. 5 ഓക്കെ 5. അപ്പോൾ ഇന്നത്തേക്ക് കിട്ടിയിരുന്നു കൈസ്. 5 എണ്ണം മതി നമുക്ക്. വീഡിയോ എങ്ങാനും കട്ടായി പോയാൽ ക്ഷമിക്കണം കൈസ്. എൻ്റെ ഇത് റെക്കോർഡ് നിറയണാണ് കൈസ്. പെട്ടെന്ന് പെട്ടെന്ന് ടോയ്ലറ്റ് പേപ്പർ വാ. ടോയ്ലറ്റ് പേപ്പർ ഫുഡ് വാ. ഇവൻ കച്ചവടം തന്നെ കൈസ്. ഇവന് ഞാൻ നിറയെ കൊടുത്തു കൈസ് ടോയ്ലറ്റ് പേപ്പർ. ഇനി പെട്ടെന്ന് അവനെ വിളി. പോലീസിനെ വിളി. ഡോർ അടയ്ക്കാൻ പറ. അല്ലെങ്കിൽ ഇപ്പോൾ സമയമായിട്ടാണ് അടയ്ക്കുന്നത്. നമുക്ക് പണിയാവും കൈസ്. പെട്ടെന്ന് ഇനി ഞാൻ വരുമോ? വരൂല കൈസ്. അവൻ വരൂല. നോക്കിക്കോ കൈസ്. ഇതിൽ കറക്റ്റ് 22 ആവുന്നത് ഇത് പോകും. നോക്കിയോ സൈഡിൽ ഗാർഡ് വിൽ ബി ബാക്ക് ഇല്ല. നോക്കിയോ ഇപ്പോൾ പോകും. പോയി കണ്ട കൈസ്. പറഞ്ഞ ഞാൻ പോയി. അവന്മാരൊക്കെ ഉറങ്ങാൻ പോയിക്കാണ്. നമുക്ക് പോയി കുഴിക്കാം. ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യണം. അത് എന്നത് തീരും വരെ ഞാൻ കുഴിക്കും കൈസ്. നോക്കിയോ നമ്മൾ അടുത്തെത്തി കൈസ്. ഇപ്പോൾ 3 ഇതാവും. 3 മീറ്റർ ആവും. ഇവിടെ നിൽക്കുമ്പോൾ 5 മീറ്റർ. ഇവിടെ കുഴിക്കുമ്പോഴത്തേക്ക് 7, 9, 8, 9 ഈ ലെവലിൽ കുഴിച്ചു വാങ്ങി നമുക്ക്. നമ്മളൊരു ലെവലിൽ കുഴിച്ചു വേണം കൈസ്. അല്ലെങ്കിൽ നമുക്ക് പറ്റൂല. കളി ഇതാവും. എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഒരു ലെവലിൽ കുഴിച്ചാൽ നമുക്ക് കുറേ സാധനം കിട്ടും. മതി ഞാനൊക്കെ പറക്കും. ഇത്ര ടൈം പോകുമ്പോ നല്ല കഴിച്ച് ആറമ്പതാണ്. ഡക്ക് ബൂട്ടെടു സോബാർ ലൈറ്റർ ആയിരുന്നത്. സോബാറല്ല എല്ലാം ഇട്. എടാ പെട്ടെന്ന് നിങ്ങൾ എന്ത് താമസം ഇത്ര? എനിക്ക് ഉറക്കം വരണം. ഉറങ്ങണം എനിക്ക്. വാച്ച് സ്ഥലം നിറഞ്ഞു. ഇപ്പൊ കണ്ട കഴിച്ച് 23 നമുക്ക് എല്ലാം പറക്കി വെക്കാം. അന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് വെച്ച ഇതാവല്ലേ. അവിടെ എന്തോ ഉണ്ടായിരുന്നല്ലോ. കിട്ടിയില്ല. പക്ഷെ 10 സാധനം വരെ എടുക്കാൻ പറ്റും കൈസ് ഈ ബാഗിൽ. അത് അപ്ഗ്രേഡ് ആണോന്ന് കേട്ടാ വേണ്ട കൈസ്. എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യണത്? എൻ്റെ ടോയ്ലറ്റ് പേപ്പർ വേസ്റ്റ് ആവണയാണ്. പെട്ടെന്ന്
സ്ലീപ്പ്. സമയമായി. ഞാൻ നോക്കിയില്ല. ഇപ്പൊ സമയമായി. പെട്ടെന്ന് കയറി. നമുക്കിനി ഇത് പെട്ടെന്ന് തുറ. എല്ലാ സാധനവും പറക്കണം. ഇത് അത് സമയം കളയണം. ഇതൊക്കെ പറക്കിയിട്. ഇതൊക്കെ എടുക്കണ പെട്ടെന്ന്. താമസം ഉണ്ട് ഇവൻ എടുക്കാൻ. ഒരു സാധനം എടുക്കാൻ 100 മണിക്കൂർ എടുക്കും. എന്താ ഓൾഡ് കോയിനാ? ഈ കോയിനൊക്കെ നമ്മുടെ ഇതിലാണ് പോണ കൈസ്. അത് നമ്മളെ പൈസയുടെ ഇതില്. ബാക്കിയെല്ലാം വിൽക്കണയാണ്. ഫുഡ് കഴിച്ചില്ല ഞാൻ ഇതുവരെ. ഇനി പോലീസിനെ വിളി. അയ്യോ ചത്ത്. $10 കൊടുക്കാം കൈസ്. വേറെ വഴിയില്ല എനിക്ക്. എന്ത് കഷ്ടമാണ് കൈസ്. ഞാൻ വിചാരിച്ചത് ഞാൻ ഇന്നലെ രാത്രി കുഴിച്ചിട്ടാ. അയ്യോ പെട്ട് ഗൈസ്. ഇത് ഞാൻ ഇന്നലെ രാത്രി കുഴിച്ചില്ലേ. ഇതിന്റെ മണ്ണ് വാരിക്കളയാൻ മറന്നുപോയി. അങ്ങനെ ഇട്ടിരുന്നു. ഇതുപോലെയാണ് ഉറച്ച് എന്നെ പിടിച്ചത്. $10 കൊടുത്തു ഞാൻ കൈസ് ആ കള്ളക്കളവന്. ഞാൻ തന്നെ വിളിച്ചു അവനെ വെറുതെ. എന്ന് ചെക്ക് ചെയ്ത് വിളിച്ചാൽ മതിയായിരുന്നു. ഇനി വിളി. കൈക്കൂലി വേണം കൈസ്. നമ്മൾ അവന് പിടിക്കേക്കും വലിയ കൊണ്ടിട്ടായിരിക്കും. എത്ര തരാൻ പറ്റും? 150. കുറച്ചുകൂടി കൂട്ട്. കുറച്ചുകൂടി കുറവ്. ഓക്കെ 153 മതി തരാം. എടു. അപ്പം 361 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട് കൈസ് നമ്മുടെ കയ്യിൽ. ഫുഡ് വേണ്ട. ഇത് വാങ്ങിച്ചാലോ നമുക്ക്? ഇത് വാങ്ങാം കൈസ്. വേണ്ട ഇതിനിപ്പം. നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഷൂസ് വേണ്ട. ഡോറടയ്ക്കാൻ പറ്റും. നമ്മുടെ ഫുഡ് വേണ്ട കൈസ്. അതെന്ന് വെച്ചാൽ ഇവിടെ ഈ സാധനം ഉണ്ട്. ഈ സാധനം സൂപ്പ്. പെട്ടെന്ന് പോ. ഇതെട്. സാധനം ഇട്. പെട്ടെന്ന് കുഴിക്കാൻ കൈസ്. നമുക്ക് പോയിട്ട് ബാക്കി കൂടി കുഴിച്ച് തീക്കണം പെട്ടെന്ന് കളി. കുഴി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെറുതെ നിങ്ങളത് ലാഗ് അടിപ്പിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.